നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് അപ്രതീക്ഷിതമായ പിരിച്ചുവിടൽ. നമ്മൾ വർഷങ്ങളോളം ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് പുതിയതായി വരുന്നവർക്ക് നമ്മൾ നമ്മുടെ അറിവും പകർന്നു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഒരു കറിവേപ്പില പോലെ നമ്മളെ ജോലിയിൽ നിന്നും എടുത്തു മാറ്റിയാലോ? കമ്പനികൾ നമ്മൾ എത്ര വിശ്വസ്തയോടെ പണിയെടുത്താലും അവരുടെ ലാഭത്തിന്റെ കണക്ക് നോക്കിയായിരിക്കും നമുക്ക് വില നൽകുന്നത്. യുഎസിലെ ഒരു പ്രമുഖ ടെക് കമ്പനിയിൽ 20 വർഷത്തിലേറെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ വന്ന ഒരു H1B വിസക്കാരനെ പരിശീലിപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ കമ്പനി പുറത്താക്കുകയും ചെയ്തു. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ സംഭവം? H1B വിസ ദുരുപയോഗവും ഔട്ട്സോഴ്സിംഗും എങ്ങനെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലിയോ തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് യുഎസിലെ പല മേഖലകളിലും പിരിച്ചുവിടലുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിയോയുടെ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി. നമുക്ക് എന്താണ് സംഭവമെന്ന് നോക്കാം. യുഎസിലെ ഒരു പ്രമുഖ ടെക് കമ്പനിയിലെ ജീവനക്കാരനാണ് ലിയോ. ഏകദേശം 20 വർഷത്തിന്റെ പ്രവൃത്തി പരിചയം ലിയോയ്ക്ക് ഈ മേഖലയിൽ ഉണ്ട്. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി മാനേജ്മെന്റ് അദ്ദേഹത്തിനൊരു അറിയിപ്പ് നൽകി. നിങ്ങളുടെ ടീമിൽ മാറ്റങ്ങൾ വരുന്നു. ഈ പ്രൊജക്റ്റിൽ നിങ്ങളെ സഹായിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് പുതിയ ആളുകൾ എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ പരിശീലനം നിങ്ങൾ തന്നെ നൽകണം. ആദ്യം അതൊരു സാധാരണ പ്രക്രിയയാണെന്നാണ് അദ്ദേഹം കരുതിയത്. കമ്പനികളിൽ പുതിയ ആളുകൾ വരുന്നതും അവർക്ക് മുതിർന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ആ തീരുമാനത്തിന് പിന്നിൽ ഭയാനകമായ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നുവെന്ന് ലിയോ കരുതിയിരുന്നില്ല. പുതിയ H1B വിസക്കാരനെ തങ്ങൾക്ക് പകരമായി കമ്പനി കണ്ടെത്തിയിരുന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. കമ്പനി നേരിട്ട് നിയമിച്ച ജീവനക്കാരനല്ലായിരുന്നു ഇയാൾ, മറിച്ച് ഒരു ഔട്ട്സോഴ്സിംഗ് ഏജൻസി വഴി വന്ന ആളായിരുന്നു. ഏകദേശം 3 മാസത്തോളം ലിയോ തന്റെ പകരക്കാരന് ലിയോയുടെ അറിവും കമ്പനിയിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ രീതികളെയും കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഒപ്പം സിസ്റ്റത്തിന്റെ സങ്കീർണതകൾ, കോഡിംഗിൽ ഉപയോഗിക്കുന്ന രഹസ്യങ്ങൾ, പ്രൊജക്ടിന്റെ പ്രവർത്തനം എന്നിങ്ങനെ ലിയോ ഒന്നും വിട്ടുപോകാതെ തന്നെ പറഞ്ഞുകൊടുത്തു. ലിയോ പറയുന്നത് ഇങ്ങനെയാണ്: പുതിയ ആൾ എന്റെ പോസ്റ്റിലേക്കാണ് വരുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് കമ്പനി ഇതേക്കുറിച്ച് ഒരു അറിവും നൽകിയിരുന്നില്ല. എങ്കിലും പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായി ഞാൻ ആ ജോലി വളരെ ഭംഗിയായി പൂർത്തിയാക്കി. എന്റെ പകരക്കാരൻ എന്നേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പുതിയ യുവാവ് പരിശീലനം പൂർത്തിയാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം മാനേജ്മെന്റ് എന്നെ ഒരു മുറിയിലേക്ക് വിളിപ്പിച്ചു. യാതൊരു മുന്നറിയിപ്പുകളും കൂടാതെ അവർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സേവനം കമ്പനിക്ക് ഇനി ആവശ്യമില്ല. ഇന്ന് നിങ്ങളുടെ അവസാന ദിവസമാണ്. ഞാൻ ശരിക്കും തകർന്നുപോയി എന്നാണ് ലിയോ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ലിയോയുടെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല അദ്ദേഹത്തെ കമ്പനി പുറത്താക്കിയത്. മറിച്ച് കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ കിട്ടിയപ്പോൾ കമ്പനിയിലെ പഴയ ജീവനക്കാർ അവർക്ക് ബാധ്യതയായി മാറി. ആ പകരക്കാരനെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ലിയോ ഉൾപ്പെടെയുള്ളവരെ 3 മാസം കൂടി കമ്പനി നിലനിർത്തിയത്. ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും ടെക് ലോകത്തും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. H1B വിസ സംവിധാനം യഥാർത്ഥത്തിൽ കഴിവുള്ളവരെ കണ്ടെത്താനാണോ അതോ കമ്പനികൾക്ക് ശമ്പളം ലാഭിക്കാനുള്ള ഒരു വഴിയാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. പലരും പറയുന്നത് കമ്പനികൾ മറ്റു രാജ്യത്ത് നിന്നും ആളുകളെ കൊണ്ടുവരുന്നത് കമ്പനികളിൽ ആ ജോലികൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇല്ലെങ്കിൽ മാത്രമായിരിക്കണം എന്നാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെ പുതിയ ആളുകളെ പഠിപ്പിക്കുക, അതിനുശേഷം അയാളെ പുറത്താക്കുക എന്നതാണ്. ഇത് മനുഷ്യത്വരഹിതമാണെന്നാണ് അവർ പറയുന്നത്. യുഎസിലെ പല വമ്പൻ കമ്പനികളും ഈ രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പഴയ ജീവനക്കാർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഒഴിവാക്കി കുറഞ്ഞ ചെലവിൽ പുതിയ കരാർ ജീവനക്കാരെ വെക്കുന്നത് ലാഭം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.